ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമുള്ളവരും എല്ലാവരും സംസാരിക്കുന്നത്, പൊതുജനങ്ങളോട് സംസാരിക്കുന്നത് വളരെ ധാർഷ്ട്യത്തോടു കൂടിയും ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുക. പിന്നെ മറ്റുള്ള പാർട്ടിക്കാരെ മറ്റുള്ളവരെയൊക്കെ അവഹേളിക്കുക, നിന്ദിക്കുക, മോശക്കാരെയൊക്കെ എത്രത്തോളം നാണം കെട്ട രീതിയിൽ അവരെ അപമാനിക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിന് നിങ്ങളൊരു തടയിടില്ല. ഇന്നലെയാണ് UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു ആശംസ മാഷിന്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല, പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് എല്ലാ ആശംസയും നേർന്നുകയും ചെയ്തു. ഇല്ല, ഞങ്ങളൊക്കെ ആ ചടങ്ങിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ ആശംസ അറിയിച്ചല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഖാവ് നായനാരെ ഇതുപോലുള്ള ഒരു ദിനത്തിൽ സ്മരിക്കുന്നത്. സഖാവിൻ്റെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ എല്ലാ വശങ്ങളെയും സൂക്ഷ്മമായിട്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചു. മാഷേ, ഗോവിന്ദ മാഷേ, ഞാൻ ആദ്യമായിട്ടാണ് മാഷ് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കാണുന്നത്. സാധാരണ മാഷ് ഒരു പരിഹാസ ഭാവത്തോടെ നിന്ന് മറ്റുള്ളവരെ അവഹേളിക്കുന്ന പോലെയാണ് മിക്കവാറും എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇങ്ങനെ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. കാരണം നിങ്ങളൊക്കെ എന്ത് മണ്ടത്തരമാണ് വിചാരിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടുമെന്ന് ചിന്തിക്കാനുള്ള ബോധമൊക്കെ നിങ്ങൾക്ക് ഇല്ല എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. നമ്മൾ ഈ 10 വർഷം നിങ്ങളുടെ കയ്യിൽ ഭരണം ഉണ്ടായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ജനങ്ങൾ ഓരോ സംശയങ്ങൾ നേരിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ചോദിച്ചാലും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചാലും, മാധ്യമ പ്രവർത്തകർ ഓഫ് കോഴ്സ് നമുക്കറിയാം പല പല കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളും ചോദിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും മാഷ് കൊടുത്തിരുന്നത് വളരെ അപക്വമായ രീതിയിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന പോലെ, ഞങ്ങളാണ് ഇനിയെല്ലാം, ഞങ്ങളാണ് തീരുമാനിക്കുന്ന ആൾക്കാർ, ഇനി ഞങ്ങളുടെ മേലെ ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് മാഷ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഇപ്പോൾ തിരിച്ചടി കിട്ടിയപ്പോൾ മാഷിലേക്ക് ഒരവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അത് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. എത്ര വലിയ ക്രൂരനായാലും അയാൾക്കൊരു അധപ്പതനം വരുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഇത്തിരി ചെറിയൊരു വിഷമം വരും. ആ ഒരു വിഷമം പല LDF നേതാക്കളെ കാണുമ്പോഴും, എല്ലാവരും അല്ലാണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ആ ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല. പൊതുജനങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ, നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, കൂടിയിരുന്ന് ആലോചിക്കുമ്പോൾ ബുദ്ധിയുള്ള പലരും പറഞ്ഞു തരും. അതെങ്കിലും മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. നിങ്ങളുടെ ഈ സംഘടനയുടെ ഏറ്റവും വലിയ ആപത്ത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമുള്ളവരും എല്ലാവരും സംസാരിക്കുന്നത്, പൊതുജനങ്ങളോട് സംസാരിക്കുന്നത് വളരെ ധാർഷ്ട്യത്തോടു കൂടിയും ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുക. പിന്നെ മറ്റുള്ള പാർട്ടിക്കാരെ മറ്റുള്ളവരെയൊക്കെ അവഹേളിക്കുക, നിന്ദിക്കുക, മോശക്കാരെയൊക്കെ എത്രത്തോളം നാണം കെട്ട രീതിയിൽ അവരെ അപമാനിക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിന് നിങ്ങളൊരു തടയിടില്ല. അത് തടയിടണമെങ്കിൽ ആദ്യം നമ്മളത് ശീലിക്കണ്ടേ. അതായത് നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ടാണല്ലോ അതിനുള്ള ധൈര്യം അണികൾക്കും കിട്ടുക. അപ്പം ചെറിയ നേതാവായാലും വലിയ നേതാവായാലും ഇടയിലുള്ളവരായാലും എല്ലാവരും ഈ മറ്റുള്ള പാർട്ടിയിലെ നേതാക്കളെയും അണികളെയും ആരാണ് എന്താണെന്നൊന്നുമില്ല, എല്ലാവരെയും പരിഹസിക്കുകയും അപമാനിക്കാന്ന് പറയില്ല. അപമാനിക്കാന്നൊന്നും പറഞ്ഞാൽ പോരാ, നമ്മൾ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കണം. അത്രത്തോളം നീചമായ വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ച്, പേരെടുത്ത് ഞാൻ പറയണില്ല, ഇവരൊക്കെ ഒരിക്കലും ഇവരൊന്നും ഈ പറയുന്ന യുവ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്, പലരും ഉണ്ട്, അവരൊന്നും ഒരിക്കലും നിയമസഭ പോയിട്ട് ഈ നിയമസഭയിലേക്ക് വരണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവണമല്ലോ. ജനങ്ങളുടെ മനസ്സിലൊന്നും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്ഥാനവും കിട്ടില്ല. അത് LDF ആയാലും UDF ആയാലും NDA ആയാലും. ഇപ്പം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ എന്തുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് NDA. ഇപ്പോഴും കിട്ടിയത് 3 സീറ്റാണല്ലോ. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഒരു വശത്ത് നല്ല രീതിയിൽ പ്രവർത്തനം വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉള്ളപ്പോൾ വേറൊരു വശത്ത് അത് എങ്ങനെയെങ്കിലും കളയണം എന്നുള്ള രീതിയിലല്ല, ഈ അഹങ്കാരവും ധാർഷ്ട്യവും എല്ലാം കൂടി വെച്ചിട്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രചരണവും വാക്കുകളും അവരുടെ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളും. ഇതൊക്കെ കേട്ട് ജനങ്ങൾ അടുപ്പിക്കില്ല.
അത് ഏത് പാർട്ടിയായാലും അടുപ്പിക്കില്ല. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പഴയ തലമുറയെല്ലാം മാറി. ഇനി വോട്ട് ചെയ്യുന്ന ആൾക്കാർ പഴയ ആൾക്കാർ മാത്രമല്ല, പുതിയ 18 കഴിഞ്ഞ എല്ലാവരും ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ ചെയ്യില്ലേ. ഒരു മര്യാദ എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഗോവിന്ദ മാഷെ, നിങ്ങൾക്ക് ഇനിയും വരാൻ പറ്റും. കാരണം ഒരു പാർട്ടി തന്നെ ഭരിക്കണം എന്ന് നമ്മൾ ആരും വിചാരിക്കില്ലല്ലോ. എന്തെങ്കിലും ആകപ്പിഴകൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ വിശകലനം ചെയ്ത് അത് തിരുത്തി കൊണ്ടുപോകാൻ പറ്റണം. ഏത് പാർട്ടിയായാലും അത് കൊണ്ടുപോയില്ലെങ്കിൽ അടുത്ത അവസരം അടുത്ത ആൾക്ക് കിട്ടും. നിങ്ങൾ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും, ഞാൻ ഗോവിന്ദ മാഷിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയണം, നിങ്ങളുടെ സംഘടനയുടെ സംഘാടന രീതിയും നിങ്ങളുടെ പ്രവർത്തന രീതിയും നിങ്ങൾ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് കയറാനായിട്ട് പറ്റില്ല. പാർട്ടിക്കാരുടെ മനസ്സിൽ കയറുന്ന കാര്യമല്ലാട്ടാ ഞാൻ പറയുന്നത്. സാധാരണ ജനങ്ങളുണ്ടല്ലോ, വോട്ടർമാർ, ഒരു പക്ഷത്തും അന്ധമായ വിശ്വാസമില്ലാത്ത ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ആര് പ്രവർത്തിക്കുന്നോ അവർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ, അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ആ രീതിയിലല്ല നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കെന്ന് ഞാൻ പറയുന്ന യുവനിരയിലെ നേതാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ ഇടപഴകാനായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓപ്പോസിറ്റുള്ള പാർട്ടിയിലെ ലീഡർമാരോടായാലും അണികളോടായാലും നല്ല രീതിയിൽ പെരുമാറാൻ പറഞ്ഞു കൊടുക്കണം. പിന്നെ ക്യാമറ കാണുമ്പോൾ അല്ലെങ്കിൽ മൈക്ക് കാണുമ്പോൾ വെല്ലുവിളിക്കുക, മറ്റുള്ളവരെ തെറി പറയുന്നതിനേക്കാളും മോശമായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക, അവഹേളിക്കുക, ഇതൊക്കെ നിർത്താൻ പറയണം ഗോവിന്ദ മാഷ്. അതിനാദ്യം നമ്മൾ അത് ശീലിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷയില്ല മാഷ്. വെറുത്തുപോയി ആൾക്കാർ, വെറുത്തുപോയി ജനങ്ങൾ.